ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോൻപ് തുറ സ്പെഷ്യൽ വീഡിയോ ആണ്. കൂടെ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനും കൂടി നോമ്പ് തുറന്നതിന് ശേഷം പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് വെയിലത്ത് ഇറങ്ങാൻ തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം പോകാമെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് നമ്മളിന്ന് ചിക്കൻ കട്ട്ലൈറ്റ്, ഉന്നക്കായ, അതുപോലെ ബിരിയാണി, പായസം, ഫുഡിങ് അങ്ങനെ ഒരുപാട് കുറച്ച് ആവശ്യത്തിനുള്ളതൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നോമ്പ് തീരാനായി, പെരുന്നാളാവാനായി. പിന്നെ കൂടാതെ നമുക്ക് ഒരാഴ്ചയോളം നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു, കിഡ്നി സ്റ്റോണൊക്കെ വന്നിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും താത്തയൊക്കെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെയായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയിട്ടില്ല, അതുപോലെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാനായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ളത് വേണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നൊരു പൂതി ഉമ്മ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ഉള്ളത് ഞാൻ അവിടെ നിന്ന് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ താത്ത ജ്യൂസ് അടിക്കുന്നുണ്ട്, മുന്തിരി ജ്യൂസ്. പിന്നെ ചിക്കൻ കുക്കറിലിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ തന്നെയാണ് ഫുഡിങ് ഉണ്ടാക്കുന്നത്, പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ ഇന്ന് ഞാനാണ്, എൻ്റെ വക ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ അവിടെ ചൈന ഗ്രേസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ പാലൊഴിച്ചിട്ട് ഞാൻ ഈ ഒരു പിസ്ത എസൻസ് ഒഴിച്ചിട്ടാണ് ഞാൻ ഫുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയായി ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കേണ്ട, കളറാണല്ലോ. അപ്പം ആ പിസ്തയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ 3 ഡ്രോപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസമാണ് ഉണ്ടാക്കുന്നത്. സാവുനരി കൊണ്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാവുനരി കുക്കറിൽ ഒരു 3 വിസിലോളം അടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് പാൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അത് വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് പായസത്തിൻ്റെ ഇതിൽ റെഡിയായി കിട്ടി. പിന്നെ ബിരിയാണിക്കുള്ള മസാല ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തലശ്ശേരിക്കാരായതുകൊണ്ട് തന്നെ മിക്സഡ് ബിരിയാണി ആയിരിക്കില്ല, ഞങ്ങൾക്ക് മസാല വേറെ ചോറ് വേറെ അങ്ങനെ ആയിരിക്കും. ചെമ്മീൻ ബിരിയാണിയാണ് ഞങ്ങളിവിടെ റെഡിയാക്കണത്. ഉമ്മ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് പിന്നെ കട്ട്ലേറ്റ് തയ്യാറാക്കി അത് ഒന്ന് റെഡിയാക്കി വെച്ച് പൊരിച്ചെടുത്ത്. ഇന്നിപ്പോൾ താത്താടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരും കൂടി ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മൂപ്പരും കൂടി ഉള്ളതല്ല, അപ്പോൾ മൂപ്പരും കൂടി കിച്ചണിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താത്ത അങ്ങോട്ടേക്ക് എന്നെ മോൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു മൂപ്പരെ. പിന്നെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും ഒരുപോലെ ചെയ്യലാണ്. കിച്ചണിൽ കയറുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കയറുക, ഒരുമിച്ച് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വൈകുന്നേരമായി ഒരു 6-6:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മൾ ആദ്യം ഫ്രൂട്ട്സും ജ്യൂസും പായസമൊക്കെയാണ് ആദ്യം റെഡിയാക്കാനായിട്ട് നിന്നത്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാറുള്ളൂ. അപ്പോൾ താത്ത അതൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴത്തേനും 6:40 ആയി ബാങ്ക് കൊടുത്ത് ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇരുന്ന്. നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നിസ്കരിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, സാവൂനരി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാവാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് ഞങ്ങൾ നേരെ നിസ്കരിക്കാനായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരുന്നു. ഞങ്ങൾ അതുപോലെ ബിരിയാണിയും അതുപോലെ ഉന്നക്കായും പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് തന്നെ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് സന്തോഷമായി. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ നല്ലപോലെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം വീട്ടിൽ നിന്നും മാറി ഹോസ്പിറ്റലിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിനായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ എക്സാമിന് വരെ പോയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് ഇടങ്ങാറായിരുന്നു.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും കൂടി ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങൾ കോട്ടക്കൽക്കാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. അത് താത്താൻ്റെ ഒരു അളിയൻ്റെയും ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. ഞങ്ങളെ വീട് കുളപ്പുറത്താണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ കോട്ടക്കൽക്ക് വരാനായിട്ട്. അപ്പോൾ കോട്ടക്കൽ പഴയ സീനത്തിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി. ഉമ്മയാണ് പോണത്. ഞാനും താത്തയും അളിയനും എല്ലാവരും കൂടി കയറി. ഷോപ്പിൻ്റെ പേരൊക്കെ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു ഷോപ്പാണ്, പക്ഷേ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ടോപ്സ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പേര്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പിന്നെ മോനോസിന് ഡ്രസ്സ് എടുക്കാനാണ്. ഞങ്ങൾ കയറിയ ഷോപ്പിൽ ലേഡീസിന് മാത്രമായതുകൊണ്ട് തന്നെ വേറെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോനോസിന്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി മോനോസിനുള്ള എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉമ്മാക്ക് പർദ്ദ എടുക്കാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തിരിച്ച് വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും രാത്രിയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെമ്മാട് തിരൂരങ്ങാടിയുള്ള ഒരു പർദ്ദ ഷോപ്പിൽ കയറി ഉമ്മാക്ക് പർദ്ദ നോക്കി. നല്ല അടിപൊളി പർദ്ദകളാണ് അവിടെ ഉള്ളത്. സ്റ്റിച്ച് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കഴിച്ചാൽ ഏത് മോഡലും അവർ നമുക്ക് തയ്പ്പിച്ച് തരും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം നല്ലൊരു പർദ്ദ ഷോപ്പ്. ഉമ്മാക്ക് നല്ലൊരു അടിപൊളി പർദ്ദ എടുത്ത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ എൻ്റെ താത്ത വന്ന് പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്താൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങളിവിടെ വന്ന് നോക്കിയത്. അപ്പോൾ അടിപൊളി പർദ്ദനെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എല്ലാ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറി. ഇനി ഫാൻസി ഐറ്റംസൊക്കെ വേറെ എടുക്കാണ്ട് അത് വേറെ പോവും. അപ്പോൾ ഇതാണ് മോനൂസിന് എടുത്ത ഡ്രസ്സ്. അപ്പോൾ മോൻ്റെ ഉപ്പാൻ്റെ വകയുണ്ട്, അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയുണ്ട്. പിന്നെ ഇതാണ് ഞാനെടുത്ത ടോപ്പും പാൻറ്റും സെറ്റായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോൾ എക്സ്ട്രാ നമ്മൾ വാങ്ങേണ്ടി വന്ന്. പിന്നെ അതുപോലെ താത്താൻ്റെ ചുരിദാർ. അപ്പോൾ ഇതാണ് ഉമ്മച്ചിൻ്റെ പർദ്ദ. സെൻറ്ററിൽ വർക്ക്, പിന്നെ അടിയിലൊരു അംബ്രല പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. ഇങ്ങനെ ഞാൻ കിടത്തി വെച്ചോണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നൂൽ വർക്കാണ് ഇതിന് മെയിനായിട്ടുള്ളത്. പിന്നെ ചെറിയ മുത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഇത് കേട് വരില്ല, അങ്ങനെയാണ്. പിന്നെ അതുപോലെ കൈൻ്റെ അറ്റത്തും നൂൽ വർക്കാണ്, നല്ല എംബ്രോയിഡിങ് ആണ്. പിന്നെ ഈ ഒരു ഇത് അവർ വെച്ചെന്നാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഒരു 5 മിനിറ്റ് സമയം എടുത്ത് തന്നിട്ടുള്ള ആ ഒരു ബട്ടൺസ് വെച്ചെന്ന്. പിന്നെ അതുപോലെ ഉമ്മാക്ക് എക്സ്ട്രാ ഒരു ഷോള് എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് കോട്ടൻ്റെ ഷാളാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു കളർ ഉമ്മാക്ക് മതി പറഞ്ഞപ്പോൾ ആ ഒരു കളർ എടുത്തു. പിന്നെ ഈ ഒരു എക്സ്ട്രാ ഈ ഒരു ബ്ലാക്ക് ഷാൾ ഞാൻ എടുത്തതാണ്. അത് എനിക്ക് എൻ്റെ താത്ത ഒരു ചുരിദാർ സെറ്റ് എനിക്കൊന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഷോളില്ല, അപ്പോൾ ഷോള് അതിനെടുത്തത്. പിന്നെ ഇതാണ് പർദ്ദൻ്റെ ഷോള്, ഒരു ചെറിയ നൂൽ വർക്ക്. വേറെ വർക്കുകളൊന്നും പർദ്ദൻ്റെ ഷോളിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സാധനം ഇത് ആ ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നതാണ്. ഈ പർദ്ദ എടുത്തപ്പോൾ ഷാളിൻ്റെ ഉള്ളിൽ തലയിലിടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ താത്ത എടുത്തെന്ന ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ലെങ്ത്തുള്ള ടോപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ രാവിലെ എടുത്തതായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. നൈറ്റാണല്ലോ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. അപ്പോൾ ഈ ഒരു ടോപ്പിന് വേണ്ടി ഞാൻ ആ ബ്ലാക്ക് ഷോൾ എടുത്തത്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അളിയന് എടുത്തന്ന ഡ്രസ്സാണിത്. KMT സിൽക്സ് എന്നാണ്, കോട്ടക്കൽ തന്നെ. നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമ ഉണ്ടല്ലോ, പ്രേമലു എന്ന് പറഞ്ഞാൽ, ആ ഒരു മോഡലിൽ നിന്നാണ് പറയുന്നത്. ഇതെന്നാണോ എനിക്കറിയില്ല. ഈ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ട് കാണാനായിട്ട് തന്നെ. ഇതെനിക്ക് അവരെടുത്ത് തന്നാണ്. ഇതിലേക്ക് പാൻറ്റും ഷോളും സെറ്റായിട്ടാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഉമ്മച്ചിക്ക് ഒരു സാരിയും അളിയന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉമ്മച്ചിൻ്റെ സാരി, വയലറ്റ് കളറ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം വർക്കുണ്ട്, അറ്റത്ത് ഇങ്ങനെ ചെണ്ട് പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് ഉമ്മച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ മാലയും അതുപോലെ കമ്മൽ, വള, പിന്നെ ഒരു ക്രാബ്, ഒരു ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഡ്രസ്സും അതുപോലെ കമ്മലും മാലയും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ ആൻഡ് ഡ്രസ്സ് ഷോപ്പിംഗ് വീഡിയോ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട്, പെരുന്നാളിൻ്റെ അന്ന് നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നവരെ. അതുവരെയും ബൈ, ടേക്ക് കെയർ ഓൾ. അസ്സലാമു അലൈക്കും.